കയ്യും കാലം തല്ലി ഓടിച്ചിടുക വേണ്ടത്. ആ ദേവുച്ചെറിയമ്മയുടെ മുഖം ഓർക്കുമ്പോ ഒന്നിനും തോന്നണില്ല. ആളുകളുടെ മുമ്പിൽ വെച്ച് എന്റെ കുട്ടിയെ അപമാനിച്ച് അവന്റെ തലയിൽ ഇടുത്തി വീഴും. കുലത്തിൽ പറഞ്ഞത് കുരങ്ങായി പോയെന്നൊരു പഴഞ്ചൊല്ലുണ്ട്. അത് തന്നെ നമുക്ക് സംഭവിച്ചത്. മോളതങ്ങോട്ട് മറക്കുക. 5 പവൻ്റേത് പോയാ 500 പവൻ ഉണ്ടാക്കി തരില്ലേ ഞാൻ. എന്റെ നട്ടപ്പാതിരിക്ക് പവനൊരുക്കണ കാര്യം പറയണ ബാലമാമ. എന്റെ മറ്റേ മരുവന്റെ വീരശൂര പരാക്രമങ്ങളെ പറ്റി പറയായിരുന്നു. അറിഞ്ഞു, ഭാമ പറഞ്ഞു. അവനൊരു പാവാ ബാലമാമ. ആ, നീ അവനെ ഇങ്ങനെ വഷളാക്കുന്നത്. പോലീസ് പിടിച്ചുകൊണ്ട് പോകുമ്പോൾ ജാമ്യത്തിൽ എടുക്കാനും കണ്ടവന്റെ തല്ലുകൊണ്ട് എല്ലൊടിഞ്ഞ് ആശുപത്രി കിടക്കുമ്പോൾ കൂട്ടിക്കിടക്കാനും ഒക്കെ നീയല്ലേ മുമ്പതിലുണ്ടാവാറ്? ഞാനും കൂടെ ഉപേക്ഷിച്ച പിന്നെ അവൻ ആരാ ഉള്ളത്? വേണ്ട കാലത്ത് അവന് നേർവഴി പറഞ്ഞു കൊടുക്കാൻ ആരും ഇല്ലാണ്ടായപ്പോ എന്റെ ദോഷ. മാറ്റിയെടുക്കും ഞാൻ അവനെ. ബാലമാമൻ നോക്കിക്കോ. ബാധിച്ച ആനയെ പോലെ ഉണ്ടല്ലോ കോലം. ഇന്നലെ രാത്രിയിൽ എവിടായിരുന്നു നീയെ? പാതാളത്തില്. എന്താ കുഴപ്പമുണ്ടോ? വണ്ടിയിലോട്ട് കയറ. ഇങ്ങോട്ട് കയറാനാ പറഞ്ഞേ. കൊല്ലാൻ കൊണ്ടുപോകണം. കണ്ടവന്റെ കൈ കൊണ്ട് മരിക്കണേലും ഭേദം ഈ കൈ കൊണ്ട് അങ്ങോട്ട് ഒടുങ്ങണതാ. കേറാ, താൻ തോന്നി കേറാ. ഇറങ്ങ. ഇറങ്ങടോ വാനര. നിന്നെ തല്ലാനും കൊല്ലാനും കൊണ്ടുവന്നതല്ല ഏട്ടൻ. ഷാരടി മാഷോ, ഇങ്ങോട്ട് കേറി വാ. വാ. കുടിക്കാൻ എന്താ എടുക്കേണ്ടത്? നല്ല ചായ തന്നെ ആയിക്കോട്ടെ. ഫസീല, ഫസീല, 2 ചായ എടുത്തോ. ഇതാ ഞാൻ പറഞ്ഞ കക്ഷി, മധുരയെ വീണ്ടെടുത്ത സുന്ദര പാണ്ഡ്യൻ. ഇത്തിരി കുറുമ്പുണ്ട് കയ്യില്, ഇത്തിരി പൊട്ടത്തരം. മാറ്റിയെടുക്കണം ഗഫൂരെ നമുക്കത്. എന്തേ കൂടെ നിൽക്കില്ലേ നീ? പിന്നെന്താ മാഷേ, മാഷ് പറഞ്ഞൊരു കാര്യം തട്ടിക്കളയോ ഞാൻ? ചായ വേണ്ട. നീ എന്താ ചായ കഴിക്കില്ലേ? കാലത്ത് 2 വിട്ടിട്ടുണ്ട് മോളെ. ഒരു വിസയും വിമാന ടിക്കറ്റും എന്ത് ചെലവ് വന്നാലും ഞാൻ വഹിച്ചോളാം. എത്രയും പെട്ടെന്ന് ഇവനെ കടല് കടത്തി വിടണം. നിങ്ങൾ പറഞ്ഞ് നമുക്ക് തട്ടാൻ പറ്റൂല. ഏറ്റു മാഷ ഞാൻ. വൈകരുത്. വൈകിയാൽ ഇവൻ ഏതെങ്കിലും ജയിലിലായി പോവും. എന്താ വിശ്വാ, പോയിക്കളയാലേ? എന്നെ വെറുതെ വിട്ടേക്കും ഗഫൂപ്പായി. ഞാൻ എത്തിപ്പെട്ട ആ നാടും കൂടെ വിടക്കാവും. ഇതാണ് കോൺഫിഡൻസ് എന്ന് പറയുന്നത്. കൊള്ളാം, എനിക്കിഷ്ടായി. ഒക്കെ ശരിയാവും ഷാരടി മാഷേ. വിസയും ടിക്കറ്റൊക്കെ ഞാൻ ശരിയാക്കിക്കോളാം. ലക്ഷ്മുട്ടി, എന്റെ വിളച്ചിൽ എന്റെ അടുത്ത് വേണ്ട കേട്ടോ. മര്യാദക്ക് ജോലി ചെയ്തില്ലേ വൈകിട്ട് കൂലി ഒരണ തരില്ല ഞാൻ. ബാലേട്ടാ, രുക്മാവതി അടുത്ത് വന്നേക്കണോ വീട്ടില്? നെഞ്ചത്തടി നിലവിളി ഒക്കെ ആയിട്ട്. എന്താ കാര്യം? എന്താ കാര്യമെന്ന്? എന്താ എടുത്തി? എന്താ 2 ദിവസമായി ബാലരാമ എന്റെ കുട്ടി പോയിട്ട്. ഭരതനെ എങ്ങോട്ടാണെന്ന് ഒരു വിവരമില്ല. വീട്ടിലിരുന്നിട്ട് എനിക്കൊരു സമാധാനവും ഇല്ല. വല്ലതും പറ്റിയോ കുട്ടിക്ക്? ആ വിശ്വനാഥനെ കാറിക്കയറ്റി പോണെന്ന് കണ്ടവരുണ്ട്. ഒന്നിനും മടിക്കാത്ത ചെക്കനാവൻ. 2 ദിവസമായി പഠിപ്പിക്കണോടത്തും വന്നിട്ടില്ല. നിന്നോട് വല്ലതും പറഞ്ഞിരുന്നോ ഭരതൻ? ഇല്ല. ഇതുവരെ അങ്ങനെ ഉണ്ടായിട്ടില്ല ബാലരാമ. കുളത്തിൽ കുളിക്കാൻ പോവാച്ചാലും 2 തവണ എന്നോട് പറഞ്ഞിട്ടേ അവൻ പോവും. എന്റെ ഈശ്വരന്മാരെ, എന്റെ കുട്ടി എവിടെ കാണാവോ പോയേക്കണേ? അച്ഛൻ പെങ്ങൾ ഇങ്ങനെ പരിഭ്രമിച്ചാൽ എങ്ങനെയാ? ചെറിയ കുട്ടിയോ മറ്റോ ആണോ ഭരതേട്ടൻ? നാടൊട്ടുക്കും ആരാധകരുള്ള ഒരാളല്ലേ മൂപ്പര്. വല്ല പ്രസംഗത്തിനോ സപ്താഹം വായനയ്ക്കോ പോയിട്ടുണ്ടാവും. ഏടത്തെ സമാനം